കൊല്ലത്ത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പത്രികാ സമർപ്പണത്തിന് പോയപ്പോൾ കൂടെ കണ്ട മെത്രാനെ തിരക്കി നടക്കുകയാണ് BJPക്കാർ. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ വന്നു ചേർന്നാൽ BJP നൽകുന്ന അമിത പ്രാധാന്യം കണ്ട് തട്ടിപ്പുകാർ കൂട്ടത്തോടെ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണുന്നത്. BJP ഇപ്പോൾ ക്രിമിനലുകളുടെ കൂടാരമായി. പല ജില്ലകളിലും ഇത്തരക്കാർ BJPയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ആള് ന്യൂനപക്ഷ സമുദായം അംഗമെന്ന് കണ്ടാൽ പിന്നെ ഒന്നും നോക്കില്ല. പാർട്ടിയിൽ നിലവിലുള്ള നേതാക്കളെയൊക്കെ വകഞ്ഞുമാറ്റി ഇത്തരക്കാർക്ക് പ്രാധാന്യം നൽകും. ഇതിൽ കൂടുതലും തട്ടിപ്പുകാരും സാമൂഹ്യ വിരുദ്ധരുമാണ്. കുടുംബത്തിൽ പിറന്നവരാരും BJPയിലോട്ട് പോകുമോ? പ്രത്യേകിച്ച് ക്രൈസ്തവർ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരെല്ലാം അതിലേക്ക് ഓടിക്കയറുന്നത്. സ്വയം ബിഷപ്പായി വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പന നടത്തി തട്ടിപ്പിനും വിശ്വാസവഞ്ചനയ്ക്കും അറസ്റ്റിലായ കടപ്പാക്കട മോഡേൺ ഗ്രൂപ്പ് ഉടമ ജെയിംസ് ജോർജായ ബിഷപ്പ് വേഷധാരി യാക്കോബ് മാർ ഗ്രിഗോറിയോസാണ് നൈസായി കൃഷ്ണകുമാറിനും BJPക്കും ഇപ്പോൾ പണി കൊടുത്തത്. BJP വേദികളിൽ കൃഷ്ണകുമാറിനൊപ്പം പ്രത്യക്ഷപ്പെടുന്ന വ്യാജ മെത്രാൻ വേഷധാരി ജെയിംസ് ജോർജിനെ കാണുമ്പോൾ ആശീർവാദം വാങ്ങാനും വണങ്ങാനും ആളുകൾ ക്യൂ ആണെന്നാണ് കേൾക്കുന്നത്. അവരറിയുന്നില്ലല്ലോ ഇയാൾ വ്യാജനാണെന്ന്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നുവെന്ന പരാതിയെ തുടർന്ന് കൊല്ലം കടപ്പാക്കടയിലെ ഇയാളുടെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് തട്ടിപ്പുകാരനായ ഇയാളുടെ കള്ളക്കളികൾ പുറം ലോകമറിഞ്ഞത്. മോഡേൺ ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിൽ നടന്ന റെയ്ഡിൽ നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പേരിനോട് സാമ്യമുള്ള ഭാരതീയ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ ഒരു സഭയുണ്ടാക്കി അതിൻ്റെ മെത്രാനായി സ്വയം അവരോധിച്ച വ്യാജ മെത്രാനാണ് ജെയിംസ് ജോർജ്. ഗുരുവായൂർ സ്റ്റേഷനിൽ 2 വിദ്യാർത്ഥികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കൊല്ലത്തെ ഇയാളുടെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകി തങ്ങളെ കബളിപ്പിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥികൾ പോലീസിൽ നൽകിയ പരാതി. റെയ്ഡിൽ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പേരിലുള്ള 450-ലധികം സർട്ടിഫിക്കറ്റുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. അതോടെ ഇയാളുടെയും ഭാര്യ സീമയുടെയും ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ പോലീസ് കണ്ടുകെട്ടി. കൊട്ടാരക്കരയിൽ 2 ഏക്കർ 80 സെൻറ്റ് സ്ഥലം, വയനാട്ടിലും കണ്ണൂരിലും 7 സെൻറ്റ് വീതം, കുണ്ടറയിൽ 1.5 ഏക്കർ, പാരിപ്പള്ളി പുല്ലിക്കുഴിയിൽ 2.5 ഏക്കറിൽ പൗൾട്രി ഫാം, കൊല്ലത്ത് കടപ്പാക്കടയിൽ ഓഫീസും വീടും തുടങ്ങിയവയാണ് കണ്ടുകെട്ടിയത്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇയാൾ മെത്രാൻ വേഷത്തിൽ BJPക്കൊപ്പം ചേർന്നതെന്നാണ് പറയപ്പെടുന്നത്. ജെയിംസ് ജോർജിനെ മെത്രാനാക്കിയത് തമിഴ്നാട്ടിലെ വെല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു തട്ടിപ്പ് സംഘമാണെന്നാണ് പറയപ്പെടുന്നത്. പണം കൊടുത്താൽ ഇവർ ആരെയും മെത്രാന്മാരാക്കും. തമിഴ്നാട്ടിൽ തങ്ങളുടെ കച്ചവടം ക്ലച്ച് പിടിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവർ കേരളത്തിലേക്ക് ചൂടുമാറ്റിയത്. മെത്രാന്മാരാക്കാൻ വലിയ യോഗ്യതയൊന്നും വേണ്ട. വെല്ലൂർ സംഘത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. കയ്യിൽ 10 പുത്തനുണ്ടായാൽ മാത്രം മതി. വെല്ലൂർ ആസ്ഥാനമായി ട്രസ്റ്റ് രൂപീകരിച്ചാണ് മെത്രാൻ പദവി കച്ചവടവുമായി സംഘം അരങ്ങ് തകർക്കുന്നത്. കുറച്ച് പണം മുടക്കിയാൽ മെത്രാനാകാമെന്ന് കേട്ടറിഞ്ഞ ജെയിംസ് വെല്ലൂർ സംഘത്തിൻ്റെ കേരളത്തിലെ പ്രധാന ഏജൻ്റായ കാട്ടാക്കട സ്വദേശിയെ സമീപിച്ചു. ഇയാളുടെ കയ്യിൽ പണം നൽകിയാണ് മെത്രാനായത്. ഇതിന് മുന്നോടിയായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഭാരതീയ ഓർത്തഡോക്സ് സഭ എന്ന പേരിൽ പുതിയ ഒരു സഭയും അങ്ങ് രൂപീകരിച്ചു. ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാർ ഉപയോഗിക്കുന്ന പേരിനോട് സാമ്യം തോന്നിക്കുന്നതിനായി യാക്കോബ് മാർ ഗ്രിഗോറിയോസ് എന്നൊരു പേര് വങ്ങിട്ട് മെത്രാനാകാൻ മുടക്കിയ പണം തിരിച്ചു പിടിക്കാനായി ഇയാൾ ചെയ്തത് പലരെയും പുരോഹിതരും മെത്രാന്മാരുമാക്കി. ഇതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത്. ഏതായാലും ഈ മെത്രാനെ തിരക്കി BJPക്കാർ നടക്കുന്നത് മറ്റൊന്നിനുമല്ല. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ യോഗങ്ങളിൽ മുന്നിൽ കൊണ്ടിരുത്തിയാൽ 10 പേർ കൈമുത്താൻ ചെല്ലും, ആശീർവാദം മേടിക്കാൻ ചെല്ലും. യോഗത്തിന് മുന്നിൽ ഒരു മെത്രാൻ വേഷധാരിയൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ ക്രൈസ്തവർ ആരെങ്കിലും വോട്ട് ചെയ്താലോ? എങ്ങനെയുണ്ട് ചാണകബുദ്ധി? എന്നാൽ മാധ്യമങ്ങളിൽ വാർത്തയായതോടെ മുങ്ങിയിരിക്കുകയാണ് ഈ വ്യാജ മെത്രാൻ.